ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലാലേട്ടന്റെ പ്രൊമോ കണ്ടിട്ട് ഭയങ്കര നിരാശയാണ് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഈ ഒരാഴ്ച ശരിക്കും പറഞ്ഞ അനുമോൾക്ക് ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ആഴ്ചകളിലൊക്കെ അനുമോളുടേതെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച അനുമോളോട് കാണിച്ചത് ഒരു പരിധിയിൽ കൂടുതൽ ഒരു ക്രൂരതയാണ്. അതായത് ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ച് പെരുമാറുന്നു, അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതിന് മുകളിൽ അനുമോളെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ആഴ്ചയായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്നിട്ട് നെവിനോട് ചോദിക്കുന്ന ഒരു പ്രൊമോയാണ് കണ്ടത്. സാധാരണ നമ്മൾ പ്രൊമോ കാണുമ്പോൾ ഓ സൂപ്പർ, പിന്നെ നമ്മൾ പറയും പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഇത് പ്രൊമോ തന്നെ പാളിപ്പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെവിൻ ഓൾവേസ് എങ്ങനെയാണോ അതുപോലെ തന്നെ, അതായത് ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നതുണ്ടെങ്കിൽ ലാലേട്ടന്റെ മുന്നിൽ നെവിൻ നിൽക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അതേപോലെ തന്നെ മിണ്ടാതെ നിൽക്കുന്നു. മിക്കവാറും ഈ ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തെങ്കിലും നെവിൻ ഒരു ഡയലോഗ് എടുത്തിടുമ്പോഴത്തേക്കും ലാലേട്ടൻ ചിരിക്കാനുള്ള ചാൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല, അടുത്ത ടാസ്കിലേക്ക് വരുമ്പോഴത്തേക്കും പണപ്പെട്ടി കിട്ടുന്ന ഒരു ടാസ്ക് കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് നെവിന് കൊടുക്കില്ല എന്ന തരത്തിലാണ് ഇതിന്റെ പണിഷ്മെന്റ് പോകുന്നത് എന്നുള്ളൊരു കമന്റ് അത് ഞാൻ പലയിടത്തും കണ്ടു. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും അതൊരിക്കലും നെവിന് സ്യൂട്ടബിൾ ആകുന്ന ഒരു ശിക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം കഴിഞ്ഞ്, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ്, ഈവൻ ഇന്നലെ പോലും നെവിൻ അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പേഴ്സണലി, അല്ലെങ്കിൽ നെവിൻ ആര്യന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടും തന്നെ ന്യായീകരിക്കാൻ പറ്റുന്ന കണക്കുള്ള വാക്കുകളല്ല. ഇപ്പോ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ജിസയിലും ആര്യനും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്ന അവരുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞുകൊണ്ട് അനുമോൾ ഉണ്ടാക്കിയ ഇഷ്യൂസിന്റെ ഇടയിൽ അനുമോള് പെട്ടെന്ന് വറീഡായിട്ട് ടെൻഷനായിട്ട് പറയുന്ന കാര്യം, ഞാൻ കൊല്ലും, നോക്കിക്കോ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ലാലേട്ടൻ ചോദിച്ചത്, ഈ കൊല്ലും എന്നൊക്കെ പറയുന്നത് അത് അയ്യോ അങ്ങനെയൊക്കെ പറയാമോ എന്നുവെച്ചാൽ, നമ്മളിപ്പോ ഒരു സ്ട്രെസ് കൂടിയിരിക്കുന്ന സമയത്ത് എന്റെ കൈലങ്ങാനും കിട്ടിയ അവനെ ഞാൻ കൊല്ലും എന്നൊരു വാക്ക് പറയും. പക്ഷെ നമ്മളെന്തോ കൊല്ലാൻ പോവുകയാണ് നാളെ രാവിലെ എഴുന്നേറ്റ്? അല്ലല്ലോ. ഇവിടെ നെവിൻ പറയുന്ന രീതി എന്ന് പറയുന്നത്, പുറത്തിറങ്ങിയ ലൈവിൽ ഞാൻ ഭയങ്കരമായിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കും, എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഈ കൊല്ലും എന്ന് പറയുന്നതിനെ വിശ്വസിക്കാൻ പാകത്തിന് ലാലേട്ടൻ ആ ഒരു വാക്കിനെ അനുമോള് പറഞ്ഞതിനെ എടുത്തു വെച്ച് യൂസ് ചെയ്ത ആ ലാലേട്ടൻ നെവിന്റെ കേസ് വന്നപ്പം ഭയങ്കരമായിട്ടും ഒരു സോഫ്റ്റ് ആയതുപോലെ വലിയൊരു രീതിയിലുള്ള ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ വലിയൊരു വഴക്കോ ഒന്നും അവിടെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി എനിക്കറിയില്ല, എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പറയാം. പക്ഷെ ഈ ഒരു പ്രൊമോയ്ക്കകത്ത് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ ആര്യൻ എവിക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ആര്യന് നല്ല ഒരു ഫാൻ ബേസ് ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ, അത് ഇപ്പം ജിസയിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ആര്യന്റെ ഗ്രാഫ് ഒന്ന് ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ആര്യന്റെ ഗ്രാഫ് ഒന്ന് താഴ്ന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ലാലേട്ടൻ വന്ന ഏതോ ഒരു എപ്പിസോഡിനകത്ത് ആര്യൻ ലാലേട്ടനെ ഒന്ന് ധിക്കരിച്ച് സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, മറ്റില്ല മുട്ടത്തോടെടുത്ത് തലയിൽ വെക്കുമ്പോൾ ആ ഒരു ടോക്ക്. അതിനുശേഷമുള്ള ഒരു 2 ആഴ്ചയോളം ആര്യനെ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പോളുകളിൽ ആര്യന്റെ ഗ്രാഫ് താഴെയായിരുന്നു, വോട്ട് കുറവായിരുന്നു. എന്നാൽ മസ്താനി എവിക്റ്റ് ആയപ്പോഴത്തേക്കും ഡയറക്ട്ലി തന്നെ ആ വോട്ടുകൾ, അതായത് മീൻസ് എന്താ പറയാ, പ്രേക്ഷകർക്ക് മസ്താനി എവിക്റ്റ് ചെയ്തപ്പോൾ കണ്ട ആ ഒരു ഡാൻസ്, ആര്യന്റെ ഡാൻസ് കണ്ടിട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാം, ആര്യന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജിസേലുമായിട്ട് വിട്ടുനിന്ന് ഗെയിം കളിക്കാൻ കാണിച്ച ആ ഒരു ഉഷിരായിക്കോട്ടെ, ജിസേലിനോട് എതിർത്ത് സംസാരിച്ചപ്പോഴുള്ള ആ ഒരു ഓക്കെ അവർ ടീമായിട്ട് കളിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസം കാണിക്കുന്നില്ല എന്നുള്ള സംസാരങ്ങൾ പിന്നെ പതിയെ തുടങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ബിഗ് ബോസിൽ ഏറ്റവും നല്ല ഒരു ഗെയിം, ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടും എനിക്ക് ആര്യനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ആര്യന്റെ പെരുമാറ്റത്തിലുള്ള ചില ഒരു എക്സ്ട്രീംസ് മാത്രമാണ്, അല്ലാതെ നോക്കുകയാണെങ്കിൽ ആര്യൻ നല്ല ഒരു BB മെറ്റീരിയൽ തന്നെയാണ്. അതുമാത്രമല്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാനൊരു വ്യക്തിയെ, ബിഗ് ബോസിൽ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും, ഒരു വ്യക്തി കംപ്ലീറ്റ്ലി സൂപ്പർ അല്ലെങ്കിൽ അടിപൊളി നല്ല സ്വഭാവം എന്ന് പറയുന്നതിനകത്തല്ല. ഒരു മനുഷ്യൻ കംപ്ലീറ്റ്ലി ഒരുപാട് ലെയേഴ്സ് വേണം, പക്ഷെ അതിനെ ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്ത് അതെങ്ങനെയാണ് അതിനെ പരുവപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നുകൂടെ നോക്കണം. ഇപ്പം ഞാനിപ്പോ ഒരു വ്യക്തിയെ മാത്രം നിങ്ങൾ പുകഴ്ത്തി പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ്സിൽ വരുമ്പോഴത്തേക്ക് PR എന്ന് പറയും. പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാനവാസ് ആ ഒരു ഷോയും അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻസ് കൊണ്ടുണ്ടാകുന്ന മണ്ടത്തരങ്ങളും മാത്രം മാറ്റിവെച്ച എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഷാനവാസാണ്. അനീഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അനീഷ് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അയാളുടെ കൂടെ ഒരാൾക്ക് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയ്യോ ഇതാണ് സ്വഭാവം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവം ഈ പറയുന്ന നിനക്ക് ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് അനീഷ്. പക്ഷേ ചില ആൾക്കാരിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ക്രൂക്കഡ് ആണ്. അവർക്ക് നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ കഴിയും താൻ നല്ലൊരു വ്യക്തിയാണ് എന്ന് സംസാരത്തിലൂടെ കൺവിൻസ് ചെയ്യാൻ കഴിയും. പക്ഷെ ആ വ്യക്തിയുടെ പ്രവൃത്തികൾ വരുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം ടോക്സിക് ആയിട്ട് അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് അത് ബിഗ് ബോസിലെ ചില ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. അപ്പൊ എനിവേ ആര്യൻ എവിക്റ്റായി എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത്രയും ഒരു ഫാൻ ബേസ് ഉള്ളതുപോലെയാണ് എനിക്ക് ആര്യനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ അക്ബറിന് ആര്യനേക്കാൾ ഫാൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത്രയ്ക്ക് ഫാൻസ് അല്ലെങ്കിൽ അക്ബറിന് അത്ര ഒരു വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. മേ ബി ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ ആയിരിക്കാം ആ സപ്പോർട്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ റിയലി ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ അർജന്റായിട്ട് ഇട്ടിരുന്നു. ഇവര് അനുമോളും അക്ബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ ചെക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണ് ആ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഏതായാലും ഞാൻ എഗെയിൻ അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒബ്സർവേഷൻ മാത്രമായതുകൊണ്ട് അത് നിങ്ങൾ വിശ്വസിക്കൂ എന്നൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ആ ഒരു ഒപ്പീനിയൻ അടിച്ചേൽപ്പിക്കില്ല. പക്ഷെ ഈ പറയുന്ന ബിഗ് ബോസ് ഷോ ഡയറക്ടറും അക്ബറും തമ്മിൽ റിലേഷൻ ഉണ്ടോ, അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തോ ഈ ഒരു സീസൺ സത്യം പറഞ്ഞാൽ ആ ഒരു സുതാര്യതയൊക്കെ നഷ്ടപ്പെട്ട ഫീലാണ്. ആർക്കോ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് കളി കളിക്കുന്നത് പോലെ, ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിലെ ആരെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സീസണായിട്ട് എനിക്ക് ഈ ഒരു സീസൺ തോന്നുന്നുണ്ട്. റോബിന്റെ കേസിൽ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിന്റെ കേസിൽ എങ്ങനെയെങ്കിലും ഡോക്ടർ റോബിനെ പുറത്താക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് റോബിനും അത്രത്തോളം എന്താ പറയാ ഭയങ്കര വയലന്റ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ട്, അങ്ങനെയെങ്കിലും പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.